വിറക് അടുപ്പിലാണ് ഇതെല്ലാം വേവിക്കുന്നത്. വിറകടുപ്പിൽ വെച്ചാലുള്ള ഗുണം എന്ത്? ഏറ്റവും നല്ലത് പണ്ട് നമ്മൾ വിറക് അടുപ്പിൽ വേവിക്കണം. ഗുണം ഏറ്റവും നല്ലത് അതാണ്. അല്ല ഇന്നത്തെ കാലത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ശരിയാക്കി എടുക്കും. ഇതാണെങ്കിൽ കറക്റ്റ് 1.5 മണിക്കൂർ എടുക്കും. സമയം എടുത്ത് അതിനുള്ള രുചിയും കിട്ടും. വേകുന്നതനുസരിച്ച് ഇതിനകത്ത് പിടിക്കാനുള്ളതെല്ലാം പിടിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. നെയ്യാറിൻ്റെ തീരത്തുള്ളൊരു കടവാണിത്. കടവ് ആ കടത്ത് പോയിട്ടാണ് പാഞ്ചിക്കാട്ട് കടവ് പാലം വന്നത്. പാഞ്ചിക്കാട്ട് കടവ് പാലം വന്നതിന് ശേഷം ഇവിടെ കടത്തില്ലാതായി. പക്ഷേ എങ്കിലും ആ കടത്ത് കടവ് അവിടെ നിൽക്കുന്നുണ്ട്. കടത്ത് കടവിൽ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, കടത്ത് കടവിൻ്റെ സൈഡിൽ ഒരു ചെറിയ തട്ടുകട ഒരു 4-5 മാസമായിട്ട് തുടങ്ങിയിട്ട് ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് നടത്തുന്നൊരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വിറക് കിടക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ. വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകം. ഇവിടെ ഒരു രാവിലെ 9 മണി മുതൽ ഒരു 12 മണി വരെയുള്ളൊരു കച്ചവടമേ ഉള്ളൂ. നല്ല ചിരട്ടപ്പുട്ട്, കപ്പ, നല്ല വിറകിൽ വേവിച്ച ചിക്കൻ കറി, ഈ ഒരു കോമ്പിനേഷനാണ് രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഉള്ളത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ കേട്ടപ്പോൾ ഈ ആറിൻ്റെ തീരത്ത് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് മനസ്സിലായപ്പോൾ ഞാനിവിടെ വന്നു. ചേട്ടാ, എന്തുണ്ട് പരിപാടികൾ? കപ്പയും ചിക്കൻ കറി ഇപ്പോൾ ഉള്ളു. പുട്ടില്ല, പുട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് അവിടെ എടുക്കുന്നതിന് മുമ്പ് എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു 3 മാസമായി. 3 മാസമേ ഉള്ളൂ. ഇതെല്ലാം സ്വന്തമായിട്ട് തട്ടിക്കൂട്ടിയാ? ഞാൻ ഇവിടെ സ്വന്തമായിട്ട് വെച്ചത്. കട വേറെ വസ്തുവാരാണ്. കട ഇതെന്ന് പറഞ്ഞാൽ ഈ തടിയൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കിയത് സ്വന്തമായിട്ട്. നേരത്തെ എന്താ പരിപാടി? നേരത്തെ അവിടെ വെച്ചാൽ കട ഇട്ടിരുന്നു. അപ്പോൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വെക്കാൻ നോക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട്. ഓ ശരി. എന്താ ക്ഷേത്രം വല്ലതും ഉണ്ടോ? ശരി. പിന്നെ പേരെന്തായിരുന്നു? പിന്നെ ജോൺസൺ. അപ്പോൾ ഇത് നമ്മുടെ ചെങ്കലിൽ നിന്ന് നമ്മൾ തിരുപുറം പോകുന്ന വഴി അല്ലേ? പാഞ്ചിക്കാട്ട് കടവ് പാലത്തിന് ഇപ്പുറത്തുള്ള കടവിൻ്റെ സൈഡിൽ ജോൺസൺ ചേട്ടൻ്റെ ചിക്കൻ കറി. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. സംഭവം കൊള്ളാമായിരിക്കും. ചിക്കൻ കറിയും കപ്പയും രാവിലെ 9 മണി മുതൽ 12 മണി. എന്നാൽ പിന്നെ കോര് കപ്പ. അതാണോ കപ്പ? നല്ല പുഴുങ്ങിയ കപ്പയാണ്. അത് ഇലയിലാണ് തരാം. എല്ലാം നാടൻ സമ്പ്രദായത്തിലാണ് ഇവിടെ. ഇലയിലാണ്. ഇലയിൽ കപ്പ ഒരു നാടൻ സമ്പ്രദായമാണ്. പുട്ട് ഉണ്ടാക്കുന്ന ചിരട്ടയിലാണ്. ഒഴിച്ചാലും കുഴപ്പമില്ല, ഒഴിച്ചോട്ടെ. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ചിക്കൻ കറി ഒഴിക്കണം. വിറക് അടുപ്പിലാണ് ഇതെല്ലാം വേവിക്കുന്നത്. വിറകടുപ്പിൽ വെച്ചാലുള്ള ഗുണം എന്ത്? ഏറ്റവും നല്ലത് പണ്ട് നമ്മൾ വിറക് അടുപ്പിൽ വേവിക്കണം. ഗുണം ഏറ്റവും നല്ലത് അതാണ്. അല്ല ഇന്നത്തെ കാലത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ശരിയാക്കി എടുക്കും. ഇതാണെങ്കിൽ കറക്റ്റ് 1.5 മണിക്കൂർ എടുക്കും. സമയം എടുത്ത് അതിനുള്ള രുചിയും കിട്ടും. വേകുന്നതനുസരിച്ച് ഇതിനകത്ത് പിടിക്കാനുള്ളതെല്ലാം പിടിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. പുട്ട് ചിരട്ടപ്പുട്ടാണ്. ചിരട്ട ഇവിടെ ഇരിക്കുന്നു, കഴിയാൻ വെച്ചിരിക്കുകയാണ്. ഇതിന് കഴിവാൻ വെച്ചിരിക്കണം. നമ്മുടെ ഇപ്പം കുറച്ച് സാധാ ചിരട്ടയാണ്. സാധാരണ ചിരട്ടയ്ക്കകത്താണ് പുട്ടുണ്ടാക്കുന്നത്. ചിരട്ടയ്ക്കകത്ത് ഹോളുണ്ട്. ആ ഹോളിനകത്തൂടെ ഈ ചിരട്ടയൊക്കെ തന്നെ ചെത്തിയെടുത്താണ്. ശരി. അരിപ്പുട്ട്. പുട്ടെല്ലാം തീർന്നു. സംഭവം 12 മണിയായി. അപ്പൊ എന്തായാലും ഇത്രയും കഥ കേട്ട സ്ഥിതിക്ക് ഈ വാഴയിലയിൽ കിട്ടിയ ഈ വിറകടുപ്പിൽ വന്ന കപ്പയും ഈ ചിക്കൻ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതല്ല എൻ്റെ ഒരു മര്യാദ. ഇങ്ങനെ ഇത് വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഇത് കഴിക്കാന്നുള്ളതാണ്. ഇതിനകത്ത് കപ്പയ്ക്ക് ഒരു കളർ സവാളയുണ്ട്. ഒരു സൈഡിൽ ഇച്ചിരി സവാളയും കൂടി ഇരിക്കട്ടെ. കപ്പയ്ക്ക് ഒരു കളറൊക്കെ ഉണ്ടല്ലോ, മഞ്ഞ കളർ. അത് മരിച്ചിനീര് ഗുണമാണ്. മരിച്ചിനീര് നിറമാണ്. അല്ലാതെ വേറെ ഇതിൽ മായം കയറ്റിയല്ല. പല ഐറ്റം മരിച്ചിനി ഉണ്ടല്ലോ. ഇത് മഞ്ഞ കളറുള്ള മരിച്ചിനിയാണ്. ഇവിടെ ഉള്ളതാണോ? ഇവിടെ അടുത്തുള്ള തന്നെ ഒരാൾ കൊണ്ടുവന്നു പറഞ്ഞ സംഭവം കറക്റ്റാണ്. ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു രുചി വേറെ ആകുമെന്ന് പറയാൻ ശരിയാ. നല്ല നാടൻ കപ്പയായതുകൊണ്ട് നാടൻ കപ്പയുടെ രുചി. ഇതിന് വേറൊരു ആംബിയൻസാണ്. അവിടെ എന്തോ ഒരു പണി നടക്കുന്നതിന് സാമിലാണ്. പണി നടക്കുന്നതിലൊരു ബഹളം ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ ഒരു കാടിൻ്റെ സൈഡിലിരുന്നുകൊണ്ട് നമ്മൾ കപ്പ കഴിക്കുന്ന പോലൊരു ഫീലുണ്ടാവും. ഞാൻ ഇവിടെ നിൽക്കാം.
മൊത്തത്തിൽ മരങ്ങൾ കൊണ്ട് ഒരു കാട് പോലൊരു ഫീല്. അപ്പുറത്ത് ആറുള്ളത് കൊണ്ടും ഒരു നാടിൻ്റെ ഒരു കുളിർമ, ഒരു ഗ്രാമത്തിൻ്റെ ഒരു കുളിർമ. ഒരു ടാർ റോഡുണ്ടെന്നേ ഉള്ളൂ. വാഴയിലയിൽ വിറകടുപ്പിൽ വെന്ത ഈ ആഹാരം ഇവിടെ നിന്ന് കഴിക്കും. ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. ചെങ്കൽ ശിവക്ഷേത്രത്തിൽ വരുന്നവർക്ക് വരാം. ചെങ്കൽ വലിയകുളം കാണാൻ വരുന്നവർക്ക് വരാം. പ്ലാത്താങ്കര പള്ളിയിൽ വരുന്നവർക്ക് വരാം. അവർക്ക് വന്നിട്ട് ചിക്കനും കപ്പയും ജോൺസൺ ചേട്ടൻ്റെ ചിക്കനും കപ്പയും കഴിച്ചിട്ട് പോകാം. അസാധ്യമാണ്, രുചികരമാണ്, ധൈര്യമായിട്ട് കഴിക്കാം. ചേട്ടാ വളരെ സന്തോഷം. എങ്ങനെ വരും നിന്റെ റേറ്റൊക്കെ? റേറ്റ് ഇത് മൊത്തം 100 രൂപയുള്ള ഒരു സെറ്റ് 100 രൂപ. 100 രൂപയ്ക്ക് നമുക്ക് ഗംഭീരമായിട്ട് കഴിച്ചിട്ട് പോവാം. ആളുകൾ കഴിക്കുന്നുണ്ടല്ലോ, വരുന്നുണ്ടല്ലോ. നമ്മൾ 3 മാസം കൊണ്ട് നഷ്ടമില്ല. അല്ല, നഷ്ടമില്ലാതെ പോകണം. ഞാൻ കുറച്ചേ ഉണ്ടാക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 15-17 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തീർന്നു. 3 മണിക്കൂർ 9 മണി മുതൽ 12 മണിക്കൂർ കട ചേട്ടന് പിന്നെ പണി വല്ലതും ഉണ്ടോ? ഇല്ല, വേറെ വല്ല പണിയോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ എന്തെങ്കിലും കട്ടയിടും. 4-5 കട്ടന വിട്ട് എന്തെങ്കിലും ചെറിയ പരിപാടി. അതെ, ഇതിൻ്റെ കൂടെ കുടിക്കാൻ വരാനൊന്നുമില്ല. കുടിക്കാൻ തരാനൊന്നുമില്ല. ചൂടുവെള്ളം. അല്ല അതൊക്കെ അല്ല, സാധാരണ ഇതിൽ വല്ല കട്ടനോ അങ്ങനെയുള്ള പരിപാടി ഉണ്ടോ? ഇപ്പോഴും നേരത്തെ ആദ്യം ഇട്ടുകൊണ്ട് ആർക്കും വേണ്ട, അതുകൊണ്ട് അത് പോയി. ഓക്കെ, സന്തോഷം. പ്രിയ സുഹൃത്തുക്കളെ, ചെങ്കലിൽ നിന്ന് തിരുവറം പോകുന്ന വഴി പാഞ്ചിക്കാട്ട് പാലത്തിന് തൊട്ട് മുമ്പ് വലയ സൈഡിലാണിത്. ഈ എന്താണ് ശിവപാർവതി ക്ഷേത്രം, ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം, അല്ലെ ശിവലിംഗം കാണാൻ വരുന്നവരോ പ്ലാത്താങ്കര പള്ളി വരുന്നവരോ വലിയകുളം കാണാൻ വരുന്നവരോ ഒക്കെ ഇതുവഴി വന്നത് ഈ ആംബിയൻസിൽ, ഈ നെയ്യാറിൻ്റെ സൈഡിൽ ഇത്രയും മരങ്ങളുള്ള ഈ പശ്ചാത്തലത്തിൽ ഈ വാഴയിലയിൽ നാടൻ വിറകടുപ്പിൽ വെന്ത കപ്പയും ചിക്കൻ കറിയും കഴിക്കാം. അതല്ലെങ്കിൽ ചിരട്ടയിൽ വെന്ത പുട്ടും കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിവെക്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കഴിച്ചൊക്കെ പോകണ്ടേ? ഇങ്ങനൊരു ആംബിയൻസ് നമ്മൾ അറിയണ്ടേ? നമുക്ക് നാളെ കാണാം.